കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഒരു തിരുവചന ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. വായിച്ച വാക്യം ഇങ്ങനെയാണ്: യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവനത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. നമുക്ക് ആധികാരികമായിട്ട് വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് അറിയാൻ വരുവാനുള്ള കാലത്തിൽ സംഭവിക്കാനുള്ളതെല്ലാം വ്യക്തമായി ആത്മാവിൽ കണ്ടുകൊണ്ട് ഭക്തനായ യോഹന്നാൻ എഴുതിയ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ചെറുതായിട്ടൊന്ന് ചരിത്രം പറഞ്ഞ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. നീറോ ചക്രവർത്തിയുടെ കാലത്ത് AD 54 മുതൽ 68 വരെയുള്ള കാലഘട്ടത്തിൽ അതിഭയങ്കരമായ ക്രിസ്ത്യാനികൾക്ക് വിരോധമായ പീഡനം അഴിച്ചുവിട്ടു. അതിനുശേഷം വന്ന ഡൊമിഷ്യൻ ചക്രവർത്തി AD 80 മുതൽ 96 വരെയുള്ള കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളെ വളരെയധികം പീഡിപ്പിക്കണം, അവരെ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി അതിഭയങ്കരമായ പീഡനം അഴിച്ചുവിടുവാനിടയായി തീർന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മുടെ ദൈവവും കർത്താവുമായ ഡൊമീഷ്യൻ ചക്രവർത്തി എന്ന് വേണം തന്നെ വിളിക്കാനെന്ന് അദ്ദേഹം ലോകത്തെ മുഴുവനും പഠിപ്പിക്കുവാനിടയായി തീർന്നു. എന്നാൽ അതിൽ വിസമ്മതിച്ച ക്രിസ്ത്യാനികളും യഹൂദന്മാരുമായ ഒരുപാട് പേരെ താൻ അതിദാരുണമായി കൊലപ്പെടുത്തി. അങ്ങനെ യോഹന്നാനെയും അവർ പിടിച്ചു കൊലപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തിയെങ്കിലും താൻ കൊല്ലപ്പെടാതെ അതിൽ നിന്ന് സ്വർഗം അവനെ വിടുവിച്ചു. തിരുവചനത്തിൽ ഇല്ലാത്തൊരു ഭാഗമാണ് ചരിത്രത്തിലുള്ളത്. അദ്ദേഹത്തെ തിളച്ച എണ്ണയിലിട്ട് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചുവെങ്കിലും അദ്ദേഹത്തെ കൊണ്ടിട്ടപ്പോൾ തിളച്ചുകൊണ്ടിരുന്ന എണ്ണ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിന്റെ തീക്കകത്ത് ഇറങ്ങി വന്ന ദൈവത്തിന്റെ സാന്നിധ്യത്താൽ ആ എണ്ണ തണുത്തുപോയി എന്ന് കാണുവാനിടയായി തീർന്നു. അങ്ങനെയും താൻ മരിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ തന്നെ പത്മോസിന്റെ ഏകാന്തതയിലേക്ക് നാട് കടത്തുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ ആത്മാവ് ഇന്നലെ രാത്രിയിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മീറ്റിങ്ങിനെ കുറിച്ച് ഓർത്ത് ദൈവത്തിന്റെ ഉപവാസത്തോടുകൂടി ആയിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ എന്റെ ഹൃദയത്തിനകത്ത് വന്ന 1-2 ആലോചന എന്റെ പ്രിയരുമായി പങ്കുവെച്ച് ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുക. വേഗത്തില് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ യോഹന്നാൻ എന്ന് പറഞ്ഞ മനുഷ്യൻ 12 ശിഷ്യന്മാരിൽ ഒരുവനാണ്. ഒരു കർത്താവിന് ഒരു ഇന്നർ സർക്കിൾ ഉണ്ടായിരുന്നു, 3 പേർ: പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. അതിലും പ്രധാനി എന്ന് തന്നെ ഞാൻ വിശേഷിപ്പിക്കട്ടെ. ഈ യോഹന്നാൻ യേശുവിന്റെ സമകാലികനായിരുന്നു, ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു. യേശുവിന്റെ അമ്മ മറിയയുടെ സഹോദരി ശലോമയുടെ മക്കളായിരുന്നു യാക്കോബും യോഹന്നാൻ. സബദി മക്കളെന്നും ഇടിമക്കൾ എന്നൊക്കെ അവർക്ക് പേരുണ്ട്. അത് വിവിധ സാഹചര്യങ്ങൾ കൊണ്ട് വന്ന. സബദി മക്കളുടെ പേര് വരാൻ കാരണം സബദിയുടെ മക്കളായതുകൊണ്ട്, ഇടിമക്കൾ എന്ന് പേര് വരാൻ കാരണമൊക്കെ തിരുവനന്തപുരത്ത് നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്റെ ചോദ്യം അതൊന്നും ആയിരുന്നില്ല. ഈ സമകാലികനായ ഒരു വ്യക്തി, നമ്മുടെ തന്നെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ, നമ്മുടെ കൂടെ വളർന്ന ഒരു വ്യക്തിയെ, നമ്മുടെ ബന്ധുവായിരിക്കുന്ന ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ സ്വന്തക്കാരനായിരിക്കുന്ന ഒരു വ്യക്തിയെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങി പുറപ്പെടാനുണ്ടായ ഒരു മാനദണ്ഡം കാണുമല്ലോ. എന്തുകൊണ്ടായിരിക്കും ഇറങ്ങി പുറപ്പെട്ടത്? സ്വന്തം അമ്മയുടെ സഹോദരൻ, സ്വന്തം അമ്മയുടെ സഹോദരി പുത്രനായ യേശുവിനെ എന്നെ അനുഗമിക്കുക എന്ന് യേശു പറഞ്ഞപ്പോൾ അപ്പനെയും വിട്ട്, അമ്മയും വിട്ട്, പടകും വിട്ട്, വലയും വിട്ട്, കൂലിക്കാരെയും വിട്ട് ഈ യാക്കോബും യോഹന്നാനും യേശുവിന്റെ കൂടെ അനുഗമിക്കാനുണ്ടായ സാഹചര്യം എന്തെന്ന് ഒത്തിരി ആഴത്തിൽ പഠിക്കുവാനിടയായി. കാരണം ഈ കാലഘട്ടത്തിന്റെ ആത്മീയ ഗോളത്തിന്റെയും അല്ലാതെയുമുള്ള യാത്രകൾ അത്തരത്തിലായതുകൊണ്ട് ചിന്തിക്കേണ്ടി വന്നു പ്രിയമുള്ളവരെ. പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു ആത്മീയ മർമ്മം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. 30 വയസ്സ് വരെ മാതാപിതാക്കളോടൊപ്പം തന്റെ ഭവനത്തിനകത്ത് പിതാവിനെ സഹായിച്ചും സഹോദരങ്ങളെ സ്നേഹമായി മാതാവിനെ സഹായിച്ചും ഒക്കെ കഴിഞ്ഞിരുന്ന യേശു ജനങ്ങളുടെ ഹൃദയത്തിലും ബന്ധുക്കാരുടെ ഹൃദയത്തിലും ഒക്കെ ഒരു മനുഷ്യനായിരുന്നു. എന്തായിരുന്നു ആ മനുഷ്യൻ? യോസേഫിന്റെയും മറിയുടെയും മകൻ എന്ന മനുഷ്യൻ. അതിനപ്പുറമായി എന്തായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിവതല്ല, അവർക്കും അറിവതല്ല. എന്നാൽ 30-ാമത്തെ വയസ്സുവരെ അപ്പന്റെയും മാതാപിതാക്കളുടെ ആ ഇഷ്ടങ്ങളും സ്നേഹങ്ങളും രീതികളും അനുസരിച്ച് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ സാധാരണ മനുഷ്യനല്ലെന്ന് മനസ്സിലായപ്പോൾ വിളിച്ചപ്പോൾ തന്നെ അനുഗമിക്കാൻ തയ്യാറായ ഒരു കൂട്ടം ജനത്തിന്റെ കൂടെയുള്ളവരാണ് നമ്മളും. പ്രൈസ് ദി ലോർഡ്. എപ്പോഴാണ് അത് മനസ്സിലായത്? അതുവരെ സാധാരണക്കാരനെന്ന് വിശേഷിപ്പിച്ച യേശുനാഥൻ സാധാരണക്കാരനല്ലെന്ന് മനസ്സിലായത് 30-ാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോൾ യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ യോർദാൻ നദിയിൽ സ്നാനമേറ്റപ്പോൾ ഉയരത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. അത് എന്റെ ഭാഷയിൽ ഞാൻ പറയാം: ഇവൻ യോസേഫിന്റെയും മറിയുടെയും പുത്രനല്ല, ഇവൻ എന്റെ പ്രിയപുത്രനാ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദം ഉയരത്തിൽ നിന്ന് കേട്ടപ്പോൾ ചുറ്റുമുള്ള ഊരുക്കളിൽ നിന്ന് കടന്നു വന്നവരും സഹോദരങ്ങളും
നസ്രത്തിലുണ്ടായിരുന്നവരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും സകലർക്കും മനസ്സിലായി, ഈ നിൽക്കുന്നവൻ സാധാരണക്കാരനല്ല. അനേകരെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അനേകരുടെ മൺകൂടാരത്തിൽ ഇറങ്ങി വരാത്തൊരു ദൈവ സാന്നിധ്യം എന്റെ യേശുനാഥന്റെ മൺകൂടാരത്തിൽ അന്ന് ഇറങ്ങി വന്നു. പ്രിയമുള്ളവരെ, ആത്മാവിൽ ഞാനൊരു കാര്യം പറയാം. അതുവരെ യേശു ആരാന്ന് ഡിക്ലറേഷൻ ഇല്ലായിരുന്നു. യേശു യോസേഫിന്റെ മറിയുടെയും മകനാണെന്നൊരു ചിന്താഗതിയായിരുന്നു. എന്നാൽ സകല ചിന്താഗതികളെ മാറ്റിമറിച്ചുകൊണ്ട് ഉയരത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി, ഇവൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. ഇന്ന് പകൽ ആത്മാവിൽ ഞാനൊരു ദൂത് പറയാം. ലോകത്തിന്റെ മുമ്പിൽ പോഷത്വമുള്ളവരായിരിക്കാം നമ്മൾ, ലോകത്തിന്റെ മുമ്പിൽ വേണ്ടാത്തവരായിരിക്കാം നമ്മൾ, ലോകം നമ്മളെ കാണുന്നത് മറ്റൊരു രീതിയിലായിരിക്കാം. എന്നാൽ നമ്മൾ ആരെന്ന് വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിനായി കാത്തിരിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ടെന്ന് അറിഞ്ഞാൽ ആ കരങ്ങളെ ഉയർത്തി ദൈവത്തിൽ നിന്ന് മഹത്വം കരേറ്റ്. നിന്റെ പ്രാർത്ഥന എന്താണെന്ന്, നിന്റെ ആരാധന എന്താണെന്ന്, നീ എന്താണെന്ന് തെളിയുന്ന ഒരു ദിവസമുണ്ട്. അതുവരെ അറിയത്തില്ലായിരുന്നു യേശു യോസേഫിന്റെയും മറിയുടെയും മകനാണെന്നൊരു ചിന്തയിൽ ജീവിച്ചിരുന്ന ജനസമൂഹത്തിന് മുഴുവനും ഇവൻ വരുവാനിരിക്കുന്ന മശികയാണെന്നുള്ള തിരിച്ചറിവ് തന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞവർ തന്നെ അനുഗമിക്കുവാനിടയായി തീർന്നു. യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ശിഷ്യനായിരുന്നു യോഹന്നാൻ. തന്റെ ടീനേജിൽ 17.5 വയസ്സിലാ യോഹന്നാൻ യേശുവിനെ അനുഗമിക്കാൻ ഇടയായി തീർന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ചിന്തിക്കുമായിരിക്കും ഈ സഹോദരിമാരുടെ മീറ്റിംഗില് യോഹന്നാനെ കുറിച്ച് എന്താ പറയുന്നതെന്ന്. അതിന്റെ തുടക്കം പാസ്റ്റർ ഓൾറെഡി ഇട്ട് കഴിഞ്ഞത് എന്റെ കുഴപ്പമല്ല. ഇന്റിമസി വിത്ത് ഗോഡ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് കഴിഞ്ഞ 9 മാസമായി ഞാൻ കർത്താവിന്റെ മഹത്വമുള്ള കൃപയിൽ ആശ്രയിച്ച് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ഭാഗം കർത്താവിന്റെ ദാസൻ പറഞ്ഞു കഴിഞ്ഞു. മാറോട് ചേർക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഇവിടെ യോഹന്നാന്റെ സവിശേഷത മാറോട് ചേർക്കുന്ന ദൈവത്തെ എങ്ങനെയെങ്കിലും അനുഗമിക്കുന്ന യോഹന്നാനല്ല, മാറോട് ചേർക്കുന്ന ദൈവത്തെ മാറിൽ ചാരി കിടക്കുന്ന അനുഭവമുള്ള ഒരു മനുഷ്യനാ യോഹന്നാൻ എന്ന് എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം മനസ്സിലാകുന്നുണ്ട്? ഞാൻ ചോദിക്കട്ടെ, 2 ഭാഗങ്ങളിൽ പ്രധാനമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് യേശുവിന്റെ മാറോട് ചാരിക്കിടന്ന ഒരു യോഹന്നാനെ പറ്റി. നമ്മളിൽ എത്ര പേര് വർഷങ്ങളുടെ പഴക്കമുണ്ടായിട്ടും കർത്താവിനെ അറിഞ്ഞിട്ട് വർഷങ്ങളായിട്ടും കർത്താവിന്റെ മാറോട് ചാരിക്കിടക്കാൻ ആർക്കും എന്നെ ആ സ്നേഹത്തിന്റെ ആഴത്തിൽ നിന്ന് അകറ്റാൻ പറ്റത്തില്ല എന്നുള്ള ആത്മവിശ്വാസത്തിനകത്ത് കയറി നിന്ന് പ്രാണപ്രിയനെ അപ്പനെന്ന് അംഗീകരിച്ചുകൊണ്ട് ആ മാറോട് ചാരിക്കിടക്കാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ ചോദിക്കട്ടെ, ആർക്കും വേണ്ടാതെ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് ഭർത്താവിന്റെ തലയറ്റ ശരീരത്തിന് മുമ്പിൽ അലറിക്കറിഞ്ഞ് ജീവിച്ച ഒരു അനുഭവത്തിന് ഉടമയാണ് ഞാൻ. ആരും വേണ്ടാതെ കിടന്ന ഒരു പ്ലാന്റ് ആക്സിഡന്റിൽ ഛത്തീസ്ഗഡിൽ വെച്ച് അതിദാരുണമായി ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട പ്രിയപ്പെട്ടവന്റെ ശരീരം ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ ആ ശരീരത്തിൽ തലയുണ്ടായിരുന്നില്ല. സെമിട്രിയിലേക്ക് പോകുന്ന വഴിക്ക് പെട്ടിയുടെ സീല് പൊട്ടിച്ച് എന്റെ സഹോദരൻ ആ ഡെഡ് ബോഡി എന്നെ കാണിച്ചപ്പോൾ എന്റെ ഹൃദയം വിങ്ങിപ്പോയി. ഇന്നും അതൊരു നൊമ്പരമായി എന്റെ ഹൃദയത്തിനകത്ത് കിടക്കുകയാണ്. അപ്പന്റെ തലയില്ലാത്ത ശരീരം ആംബുലൻസിൽ നിന്ന് ഇറക്കുന്നത് കണ്ട് ബോധം കെട്ട് 2 പെൺകുട്ടികൾ താഴെ വീണു. 2 പേരെയും ആരോ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സെഡേഷൻ കൊടുത്ത് ഫ്യൂണറൽ പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത വിധത്തില് ഡീപ് സ്ലീപ്പിൽ കിടന്നുറങ്ങിയ, സെഡേഷൻ എഫക്റ്റിൽ കിടന്നുറങ്ങിയ 2 മക്കളെ കണ്ടുകൊണ്ട് കരഞ്ഞ അമ്മ എന്താ ഇവിടം വരെ വന്നതെന്നറിയാമോ? എന്താ ഇവിടം വരെ കൊണ്ടുവന്നതെന്നറിയാമോ? ആരാ ഇവിടം വരെ കൊണ്ടുവന്നെന്നറിയാമോ? ലോകത്താരും കൂടെയില്ലെന്ന് തോന്നിയപ്പോ, ലോകത്താരും കൂടെ വരാനില്ലെന്ന് തോന്നിയപ്പോ, ലോകത്താരും കരം പിടിക്കാനില്ലെന്ന് തോന്നിയപ്പോൾ എന്നെ മാറോട് ചേർത്ത് പിടിക്കാമെന്ന് പറഞ്ഞവന്റെ മാർവിലേക്ക് ചാരി കടന്നതിന്റെ പരിണിത ഫലമാ ഈ അതിവിശുദ്ധ ആലയത്തിൽ കടന്നു വന്ന് നിങ്ങളുടെ നടുവിൽ എന്റെ പ്രാണപ്രിയനെ ഉയർത്താൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നെങ്കിൽ ഇന്ന് പകൽക്കാലം പാരമ്പര്യം ഒന്ന് മാറ്റിവെച്ച്, പഴക്കമൊന്ന് മാറ്റിവെച്ച്, എക്സ്പീരിയൻസ് ഒന്ന് മാറ്റിവെച്ച് ക്രൂശിലേക്ക് നോക്കി എത്ര പേർക്ക് പറയാൻ സാധിക്കും, അപ്പാ എനിക്ക് അങ്ങയുടെ മാറിലൊന്ന് ചാരിക്കിടക്കാൻ, എനിക്ക് അങ്ങയുടെ സ്നേഹത്തിന്റെ ആഴത്തിലേക്കൊന്ന് ഇറങ്ങി വരാൻ. പ്രാർത്ഥിക്കുന്നുണ്ട്, പാടുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, വിഷയങ്ങളുടെ മറുപടിക്ക് വേണ്ടി ദൈവസ്ഥാനത്തിൽ ഇടിവിൽ നിൽക്കുന്നുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, അപ്പ എന്ന് വിളിച്ച് കണ്ണു നിറഞ്ഞ് ആ സാന്നിധ്യം ഒന്ന് അനുഭവിച്ചിട്ട് വർഷങ്ങൾ എത്രയായി? പ്രിയമുള്ളവരെ, രോഗത്തിന് സൗഖ്യം കിട്ടുമ്പോൾ ആരാധിക്കുന്ന ആരാധനയല്ല ഞാൻ പറഞ്ഞത്. വിഷയത്തിന് മറുപടി കിട്ടുമ്പോൾ സ്തുതിക്കുന്ന സ്തുതിയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഇന്ന് പകൽ എന്റെ സഹോദരിമാരെ നോക്കി ആത്മാവിൽ ഞാൻ പറയാം, ഏത് പ്രതിസന്ധിയെ മറികടക്കാൻ,
ഏത് പ്രതികൂലത്തെയും ഓവർകം ചെയ്യാൻ, എത്ര വലിയ കഠിന ശോധനയും സ്മൈലിംഗ് ഫേസോട് കൂടി നിനക്ക് കടന്നു പോകാൻ ഒറ്റ മാർഗമേ ഉള്ള യോഹന്നാനെ പോലെ യേശുവിന്റെ മാറിൽ ചാരിക്കിടക്കാൻ. യേശുവിന്റെ മാറിൽ ചാരിക്കിടന്ന് ജീവിച്ച ആരും ഇന്ന് വരെ പരാജയപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ കുഞ്ഞിനോട് എപ്പോഴും പറയും, അവളാണ് ഇപ്പൊ എന്റെ കൂടെയുള്ളത്, അവളോട് ഞാൻ എപ്പോഴും പറയും, എനിക്ക് നിങ്ങളെക്കാട്ടിലൊക്കെ വലുത് യേശുപ്പായാണ്. അവൾ ചോദിക്കും, പപ്പ ഇല്ല, കൂടെ നിൽക്കാൻ ആരുമില്ല, വിളിച്ച് ക്ഷേമം അന്വേഷിക്കാൻ ആരുമില്ല, മമ്മി എപ്പോഴും ഇങ്ങനെ ഓട്ടത്തിലാണല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ പറയും, യേശുപ്പന്റെ കരത്തിലാണ് നിന്നെ കൊടുത്തിട്ട് പോകുന്നേ. എനിക്ക് ഒന്നാം സ്ഥാനം എൻ്റെ ആത്മമണവാളന, ആ പ്രാണപ്രിയൻ ഉള്ളത് കൊണ്ട് മാത്രമാ ഇന്ന് നിന്റെ കൂടെ അമ്മയായിട്ട് ജീവിക്കാൻ ദൈവം എനിക്ക് അവസരം തന്നതെന്ന് പറയുമ്പോൾ ഒരു പരാതിയും കൂടാതെ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകുന്ന രണ്ട് അനുഗ്രഹിക്കപ്പെട്ട തലമുറകളുടെ മാതാവാകാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. വേഗത്തിൽ ഞാൻ മുന്നോട്ട് പോകട്ടെ പ്രിയമുള്ളവരെ. ഈ യേശുവിനെ അംഗീകരിച്ചു, യേശു വിളിച്ചു, യേശുവിന്റെ പിന്നാലെ അരിമ ശിഷ്യന്മാരായി ഇവർ കടന്നുപോയി. ഒരുപാട് പുരുഷാരം യേശുവിനെ അനുഗമിച്ചതായിട്ട് നമുക്ക് തിരുവനന്തപുരത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് പുരുഷാരം യേശുവിനെ അനുഗമിച്ചു. അതിനകത്ത് നിന്ന് മർക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 3-ാം അധ്യായത്തിന്റെ 13, 14, 15 വാക്യത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. ഒരുപാട് പുരുഷാരെ തന്നെ അനുഗമിച്ചതിന്റെ ഇടയിൽ നിന്ന് തനിക്ക് ബോധിച്ചവരെ, നിങ്ങളൊന്ന് ഉറക്കെ പറഞ്ഞേ, തനിക്ക് ബോധിച്ചവരെ, ഇഷ്ടം തോന്നിയവരെ അല്ല വിളിച്ചത്, സ്നേഹം തോന്നിയവരെ അല്ല വിളിച്ചത്, ഫസ്റ്റ് ഇംപ്രഷനിൽ കണ്ടവരെ അല്ല വിളിച്ചത്, തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചത്. എന്തുവായി ബോധിക്കുക എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം? പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ച പദങ്ങൾ പറഞ്ഞ് വേഗത്തിൽ മുന്നോട്ട് പോകാം. ഇഷ്ടമെന്ന് പറയുമ്പോൾ ഒറ്റ നോട്ടത്തിൽ കാണുന്ന ഒരു അട്രാക്ഷൻ, അതൊരു ഇഷ്ടമാണ്. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ കാണാതിരിക്കുമ്പോൾ അതങ്ങ് നഷ്ടപ്പെടും. സ്നേഹമെന്ന് പറയുന്നതും അങ്ങനെ തന്നെ. ദൈവസ്നേഹത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. സ്നേഹമെന്ന് പറയുന്നതും അങ്ങനെ തന്നെയാ. സിമ്പതറ്റിക് സ്നേഹമുണ്ട്, കാഴ്ചയിൽ കാണുമ്പോൾ ഗുഡ് ലുക്കിംഗ് ആണെങ്കിൽ ഒരു സ്നേഹമുണ്ട്. ഇതെല്ലാം ചില മിനിറ്റുകൾ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചില മണിക്കൂറുകൾ കാണാതിരിക്കുമ്പോൾ അസ്തമിച്ചു പോകുന്നതാ, അല്ലെ 1-2 ദിവസം കഴിയുമ്പോൾ അസ്തമിച്ചു പോകും. ബോധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ബോധിക്കുക എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഞാൻ നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും നീ എന്നെ സ്നേഹിക്കുമോ എന്നുള്ള ഉറപ്പ്. അതിനപ്പുറമായി ചിന്തിച്ചാൽ നീ എന്നെ തള്ളിപ്പറയുമെന്ന് എനിക്ക് അറിഞ്ഞിട്ടും എനിക്ക് നിന്നോടുള്ള സ്നേഹം, നീ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് അറിഞ്ഞിട്ടും എന്റെ ഹൃദയത്തിനകത്ത് നിന്നോടുള്ള സ്നേഹം. കർത്താവ് ബോധിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ ആലയത്തിൽ വന്നിരിക്കുന്നത്. നമ്മൾ ഭയങ്കര സെറ്റപ്പും കെറ്റപ്പുമായിട്ടൊക്കെ വന്നിരിക്കുന്നതെങ്കിലും തമ്പുരാന്റെ കരുണയും തമ്പുരാൻ ബോധിച്ച് വിളിച്ചത് കൊണ്ടാ ഇന്ന് പകൽ ഇതിനകത്ത് വന്നിരിക്കുന്നത്. എത്ര പേർക്ക് ബോധ്യമുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് പകൽ അങ്ങനെ ഹൃദയത്തിനകത്ത് ഒരു യോഗ്യതയുമില്ലാത്ത എന്നെ ഇതിനകത്ത് കൊണ്ടുവന്നിരുത്തി മാന്യന്മാരുടെ സദസ്സിൽ മാന്യതയുള്ളവളാക്കി മാറ്റിയത് ഓർത്ത് ഇന്ന് പകൽ ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കുമെങ്കിൽ കരമുയർത്തി കർത്താവിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. അവിടെ എഴുതിയിരിക്കുന്ന അടുത്ത് കർത്താവ് തെരഞ്ഞെടുത്തതിന്റെ മാനദണ്ഡത്തെ കുറിച്ചാണ് പറയുന്നത്. അവിടെ നിന്ന് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തെരഞ്ഞെടുത്തതിന്റെ മാനദണ്ഡം, എല്ലാ തിരഞ്ഞെടുപ്പിനും ഒരു മാനദണ്ഡമുണ്ട്. അത് പൊളിറ്റിക്കൽ ഫീൽഡിലായാലും ചർച്ച സഭാപരമായാലും ഏത് രീതിയിൽ നോക്കിയാലും ഒരു തിരഞ്ഞെടുപ്പിന് ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ക്രൈറ്റീരിയ, കർത്താവ് വെച്ചിരുന്ന ക്രൈറ്റീരിയ 3 ക്രൈറ്റീരിയയാണ്. അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് തന്നോട് കൂടെ ഇരിക്കുക എന്നുള്ളതായിരുന്നു. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? തന്നോട് കൂടെ ഇരിക്കുക എന്നൊരു ക്രൈറ്റീരിയ ആയിരുന്നു കർത്താവ് വെച്ചത്. രണ്ടാമത് പ്രസംഗിക്കേണ്ടതിന്, അയക്കാൻ, ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാക്കാൻ 12 നിയമിച്ചു. അങ്ങനെ നിയമിക്കപ്പെട്ട ഒരാളിൽ 12 പേരിൽ ഒരാളായിരുന്നു യോഹന്നാൻ. ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ചോദിച്ചിട്ട് വേഗം മുന്നോട്ട് പോകാം. പ്രസംഗിക്കാൻ ഇഷ്ടമാണ്, ഓഡിയൻസിന്റെ മുമ്പിൽ ചെന്ന് നിന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഇഷ്ടമാണ്, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ചെയ്യാൻ ഇഷ്ടമാണ്, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് അപ്പന്റെ ഒപ്പം ഇരിക്കാൻ എത്ര പേര് തയ്യാറുണ്ട്? സമയങ്ങളെ വേർതിരിച്ച് എത്ര സഹോദരിമാർ പാദപീഠത്തിൽ ഇരിക്കുന്നുണ്ട്? ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിച്ചിട്ട് ഞാനങ്ങ് പോകും കേട്ടോ. പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിനകത്തോ ഒരു ദൈവിക ഇടപെടൽ ഇന്നുണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു ദിവസം 24 മണിക്കൂറിൽ ദശാംശം നോക്കിയാൽ പോലും 2 മണിക്കൂർ 40 മിനിറ്റ് കർത്താവിന് കൊടുക്കണം. സഹോദരിമാരുടെ മീറ്റിംഗ് ആയതുകൊണ്ട് ഞാൻ സഹോദരിമാരോട് പറയാം, ഗ്രഹകാര്യങ്ങളും മറ്റു പല കാര്യങ്ങളുടെ പിന്നാലെ പോയി രാവിലെയും വൈകിട്ടത്തെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പ്രാർത്ഥനയല്ലാതെ എത്ര സമയം ആ പ്രാണപ്രിയന്റെ പാദപീഠത്തെങ്കിൽ ഇരിക്കാൻ നാം സമയം വേർതിരിക്കുന്നുണ്ട്?
നാം എത്ര സമയം വേർതിരിക്കുന്നുണ്ട്, എത്ര സമയം നാം ഇരിക്കുന്നുണ്ട് ദൈവസന്നിധിയിൽ. ഹൃദയത്തിന്റെ ആഴത്തിൽ എന്നോട് മറുപടി പറയണ്ട, പക്ഷെ ക്രൂശിനെ നോക്കിയൊന്ന് മറുപടി പറഞ്ഞേ. അപ്പൻ ഒന്നാമതായി നമ്മെ തിരഞ്ഞെടുത്തതിന്റെ മാനദണ്ഡം തന്നെ തന്നോടുകൂടെ ഇരിക്കാൻ വേണ്ടിയാ. എന്നാൽ ഇരിക്കാൻ നേരമില്ല, മറ്റു പലതിനും നേരമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകാൻ നേരമുണ്ട്, മറ്റു പല വ്യർത്ഥ സംസാരങ്ങൾക്ക് നേരമുണ്ട്, മറ്റ് ഗ്രഹാദികൾ നോക്കാൻ നേരമുണ്ട്. റെസ്പോൺസിബിലിറ്റി തീർന്നിട്ടുള്ള സമയങ്ങൾ സഹോദരിമാർക്കില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ആ മറിയ കാൽപാദ പീഠത്തിങ്കൽ ഇരുന്നത് പോലെ ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ സാധിക്കും, ഡാഡി ഇതുവരെ പറ്റിയിട്ടില്ല, എന്നാൽ ഇനി മുതൽ അങ്ങയുടെ കാൽപാദ പീഠത്തിങ്കൽ വീണിരിപ്പാൻ, അങ്ങയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കിടപ്പാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാൻ ഇന്ന് പകൽക്കാലം എത്ര സഹോദരിമാർ തയ്യാറാകും? പ്രിയമുള്ളവരെ, വളരെ നിർണായകമായ സമയങ്ങളിലൂടെ കടന്നുപോയ അവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ട്. എൻ്റെ ഭർത്തൃ സഹോദരൻ എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ച ചോദ്യമാ. ഈ ലെക്ചർ ഹോസ്പിറ്റലിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് റിസൈൻ ചെയ്ത് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചത്. ഭർത്താവിൻ്റെ മരണത്തോടുകൂടി ഭർത്തൃ സഹോദരൻ ഡയറക്റ്റ് എന്നോട് ചോദിച്ചു, കർത്താവ് പറഞ്ഞെന്നും പറഞ്ഞ് നീ കർത്താവിൻ്റെ വേലയ്ക്ക് ഛത്തീസ്ഗഡിൽ പോയി, എന്നിട്ട് എന്തേ? ചേട്ടൻ മരിച്ചുപോയി. കർത്താവ് പറഞ്ഞെന്ന് പറഞ്ഞ് നീ ജോലി വിട്ടു, എന്നിട്ട് എന്തേ? ഇനി എങ്ങനെ ജീവിക്കുമെന്ന് കാണണം. മൂന്നാമത്തെ കാര്യമാ, കർത്താവ് പറഞ്ഞെന്ന് പറഞ്ഞ് നീ നിന്റെ മക്കളെ മെഡിസിന് വിട്ടു, ഇനി എങ്ങനെ പഠിപ്പിക്കുമെന്ന് കാണണം. ചലഞ്ചിങ് ചോദ്യമായിരുന്നു. പക്ഷെ എൻ്റെ ആത്മമണവാളൻ ഒരു രാത്രിയിൽ അലറിക്കരഞ്ഞ് ദൈവസന്നിധിയിൽ മുഴങ്കാൽ വീണ കാലിൽ കെട്ടിപ്പിടിച്ച് കിടന്ന എന്നോട് പറഞ്ഞു, ഇന്ന് രാത്രി ഞാൻ നിന്റെ വലങ്കരത്തിൽ പിടിക്കുകയാണെന്ന്. ഈ പുൽപ്പറ്റിൽ നിന്ന് ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ പുൽപ്പറ്റിൽ നിന്നുകൊണ്ട് എനിക്ക് പ്രാഗൽഭ്യമുണ്ട് പറയാൻ. അവൻ എൻ്റെ കയ്യിൽ പിടിച്ചതുകൊണ്ട്, അവൻ എൻ്റെ കയ്യിൽ പിടിച്ചതുകൊണ്ട്, അവനെ വിട്ട് അണുവിടെ ചലിക്കാൻ മനസ്സ് കാണിക്കാഞ്ഞത് കൊണ്ട് ഇന്നും ഈ ഊഷണ മരുഭൂമിയിൽ ഏതൊക്കെ വിധത്തിൽ ചോദ്യചിഹ്നമായി നിന്നോ ആ ചോദ്യചിഹ്നങ്ങളെ മുഴുവനും ആശ്ചര്യ ചിഹ്നമാക്കിക്കൊണ്ട് അവൻ എൻ്റെ ദൈവത്താൽ ഇത് സംഭവിച്ചെന്ന് ലോകം പറയത്തക്ക വിധത്തിൽ എന്നെ ഇവിടം വരെ കൊണ്ടുവന്നത് ആത്മാർത്ഥമായിട്ട് പറയാം. വിഷയത്തിന് മറുപടി യേശുവിന്റെ ക്രൂശിലാ. പ്രൈസ് ദി ലോർഡ്. ആയിരക്കണക്കിന് പുരുഷാരം കർത്താവിനെ അനുഗമിച്ചു. അതിനകത്തുനിന്ന് 12 പേരെ കർത്താവ് തിരഞ്ഞെടുത്തു. അതിനകത്തും ഒരു ഇന്നർ സർക്കിൾ ഉണ്ടായിരുന്നു, 3 പേർ, പത്രോസും യാക്കോബും യോഹന്നാനും. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യാൻ കർത്താവ് കൊണ്ടുപോയിരുന്നത് അവരെയായിരുന്നു. യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചത്, മറുരൂപമലയിലെ തന്റെ മഹത്വം വെളിപ്പെടുത്തിയത് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഭാഗങ്ങളാണ്. വേഗത്തിൽ പറഞ്ഞു പോകുകയാണ് ഞാൻ. എന്നാൽ എന്തുകൊണ്ടാണ് ഈ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിപ്പെട്ടിരിക്കുന്ന വെളിപ്പാടുകൾ ഈ 3 പേർക്കും ഒരുപോലെ പകർന്നു കൊടുത്തില്ല? ഞാൻ എൻ്റെ പ്രാണപ്രിയനോട് ചോദിച്ച ചോദ്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പത്രോസിന് പകർന്നു കൊടുക്കാമായിരുന്നു അല്ലേ? കാരണം സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ആരുടെ കയ്യിലാണ് കൊടുത്തേ? പത്രോസിനോട് പറഞ്ഞു, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിങ്ങൾക്ക് തരുന്നെന്നല്ല പറഞ്ഞത്, ഞാൻ നിനക്ക് തരുന്നെന്നാ പറഞ്ഞത്. ഈ താക്കോൽ കയ്യിലുള്ളവനോട് പറഞ്ഞില്ല, ഭാവി കാലത്ത് സംഭവിപ്പാനിരിക്കുന്ന വെളിപ്പാടുകൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന്. യാക്കോബിനോട് പറഞ്ഞില്ല കർത്താവ്. എന്തുകൊണ്ടാ യോഹന്നാനോട് ഭാവി കാലത്ത് സംഭവിക്കാനിരിക്കുന്ന അതിപ്രാധാന്യമർഹിക്കുന്ന ഈ പ്രവചന പുസ്തകമായ, പുതിയ നിയമത്തിലെ പ്രവചന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിലെ വെളിപ്പാടുകൾ തന്റെ ഭക്തന് വേണ്ടി പകർന്നു കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഈ 12 പേരിൽ, ഈ 3 പേരിൽ ഏറ്റവും അധികം എന്നെ സ്നേഹിച്ചവൻ യോഹന്നാനായിരുന്നു, അതുകൊണ്ടാണെന്ന്. ഞാൻ ചോദിക്കട്ടെ, യേശുവിനെ ആഴമായി സ്നേഹിക്കുന്ന വ്യക്തി ജീവിതത്തിന് ഉടമയാണോ? ആർക്കും വെളിപ്പെടുത്താത്ത വെളിപ്പെടുത്തലുകൾ ദൈവം നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നിനക്ക് പകർന്നു തരും. ആരെയും കാണിക്കാത്ത സ്വർഗീയ ദർശനങ്ങൾ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ സ്വർഗം നിനക്ക് വെളിപ്പെടുത്തി തരും. ആരും കടന്നു പോകാത്ത പ്രതികൂലത്തിന്റെ കാറ്റുകൾ നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്നുണ്ടോ? യേശുവിനെ യഥാർത്ഥമായിട്ട് സേവിക്കുന്ന, സ്നേഹിക്കുന്ന ദൈവ പൈതലേ, നീ പരാജയപ്പെടാൻ ദൈവം സമ്മതിക്കത്തില്ല. ആ പ്രതികൂലത്തിനകത്ത് നിന്നെ അക്കരെ കടത്താൻ കരുത്തുള്ള ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഇതിന്റെ നടുവിൽ വ്യാപരിക്കുന്നുണ്ട്. കർത്താവിന് നമ്മളോട് അളവറ്റ സ്നേഹമാ പ്രിയമുള്ളവർ, അളവറ്റ സ്നേഹമാ. ഒരിക്കലെങ്കിലും നമ്മൾ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ടോ, എനിക്ക് അങ്ങയോട് സ്നേഹമുണ്ടെന്ന്? കർത്താവ് തന്റെ സ്നേഹം കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി കാണിച്ചു തന്നു. പറയുവല്ലായിരുന്നു, കാണിച്ചു തന്നു.
ഈ ഭക്തനായ യോഹന്നാൻ പോലും തന്റെ തൂലികകളിൽ ലോകത്തോടുള്ള സ്നേഹവും നമ്മോടുള്ള സ്നേഹവും എത്രത്തോളം ഉണ്ടെന്ന് താൻ ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിന് ആഴത്തിൽ നമ്മോട് സ്നേഹമുണ്ട്. കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ, നിനക്ക് നടക്കാൻ കരുത്തില്ലെന്ന് തോന്നുമ്പം, പ്രതികൂലത്തിൽ നീ വീണു പോകുമെന്ന് തോന്നുമ്പോൾ, പ്രശ്നത്തിനകത്ത് നീ പതറിപ്പോകുമെന്ന് തോന്നുമ്പോൾ, നിന്നെ സഹായിക്കാൻ ആരും അടുത്തു വരാനില്ലെന്ന് തോന്നുമ്പോ, നിന്റെ എന്ത് ബലഹീന അവസ്ഥയാണോ ആ അവസ്ഥയ്ക്കനുസരിച്ച് നിന്നെ നടത്താൻ, നീ കുഞ്ഞാടായിട്ടിരിക്കുകയാണോ അവൻ ഭുജത്തിലെടുക്കുന്ന ദൈവമാ, തള്ളയാടായിട്ടിരിക്കുകയാണോ നിന്നെ പെതുക്കെ നടത്തുന്ന ദൈവമാ. ഏത് സാഹചര്യത്തിലും നിന്റെ സിറ്റുവേഷൻ അറിഞ്ഞ് ആ സ്ഥാനത്ത് നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. പക്ഷെ നമ്മള് എത്രത്തോളം അപ്പായോടുള്ള സ്നേഹത്തിനകത്തായിരിക്കുന്നത്, എത്രത്തോളം കർത്താവിനോടുള്ള സ്നേഹം നമ്മുടെ ജീവിതത്തിലുണ്ട്? ഒരിക്കലെങ്കിലും ഈ കാലഘട്ടത്തിനിടയ്ക്ക് പറഞ്ഞിട്ടുണ്ടോ, ഡാഡി എനിക്ക് അങ്ങയോട് സ്നേഹമാണെന്ന്? ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, എൻ്റെ വേദനയിൽ എന്നെ താങ്ങിയതിന്, എൻ്റെ രോഗത്തിൽ എൻ്റെ കിടക്ക മാറ്റി വിരിച്ചതിന്, എൻ്റെ പ്രതികൂലത്തിൽ എൻ്റെ കൈപിടിച്ച് നടത്തിയതിന്, എൻ്റെ പ്രതിസന്ധികൾ എന്നെ ഉയർത്തിക്കൊണ്ട് വന്നതിന്, എല്ലാവരും വിടക്കുന്നെണ്ണി എന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ ആ ഒറ്റപ്പെടുത്തലിന്റെ നടുവിൽ ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞ് എന്നെ നിന്റെ മാറോട് ചേർത്ത് പിടിച്ചതിന് ഇന്ന് പകൽ ഐ ലവ് യു ഡാഡി എന്ന് പറയുന്ന എത്ര പേര് ഇതിനകത്തിരിപ്പുണ്ട്? ഒരിക്കലെങ്കിലും ഇങ്ങോട്ട് തരുന്ന സ്നേഹത്തിന്റെ 1000-ൽ-1 അങ്ങോട്ട് അപ്പായോട് സ്നേഹമുണ്ടെന്ന് പറയാൻ, പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്താൻ, ആരാധനയിലൂടെ ആ സ്നേഹം വെളിപ്പെടുത്താൻ എത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം സ്വയശോധന ഇന്ന് പകലൊന്ന് കഴിച്ചാൽ ഏറ്റവും നന്നായിരിക്കും. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, നീ പ്രതികൂലത്തിനകത്ത് വീഴുമ്പോഴാ സ്വർഗീയ ദർശനം നിന്റെ ജീവിതത്തിലേക്ക് വരുന്നത്. നീ പ്രതിസന്ധിക്കകത്ത് വീഴുമ്പോൾ ഓർത്താൽ മതി, അടുത്ത വെളിപ്പാടിന്റെ തലത്തിലേക്ക് ദൈവം നിന്നെ നടത്തുകയാ. കാരണം ആ പ്രതികൂലത്തിൽ നീ പട്ടുപോകാൻ അനുവദിക്കാത്ത ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഇതിന്റെ നടുവിൽ വ്യാപരിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ, ആ ആത്മസാന്നിധ്യം കൊതിക്കുന്ന ദൈവമക്കൾ, ആ സ്നേഹത്തിന്റെ നിറവ് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ, എനിക്ക് എന്റെ അപ്പയുടെ ഹൃദയത്തോട് ചേർന്നിരിപ്പാൻ, എനിക്ക് എന്റെ അപ്പയുടെ മാറോട് ചേർന്നിരിപ്പാൻ, എനിക്ക് എന്റെ അപ്പയുടെ മുഖത്ത് നോക്കി എനിക്ക് അങ്ങേ സ്നേഹമാണെന്ന് പറയാൻ എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം കഴിയുമെന്ന് എനിക്കറിയില്ല. ആത്മാവിൽ ഹൃദയത്തിനകത്ത് പ്രേരണയുണ്ടെങ്കിൽ നാഥനോട് സംസാരിപ്പാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒത്തിരി സന്തോഷമായി എനിക്ക് എൻ്റെ പ്രാണപ്രിയനെ കുറിച്ച് പറയുമ്പോൾ. ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും വാക്കുകളിലല്ല കേട്ടോ, വാക്കുകളിലല്ല. ആത്മീയ ഗോളത്തിനകത്ത് മുഴുവനും വാക്കുകളിലുള്ള സംസാരം മാത്രമേ ഉള്ളൂ, വാക്കുകളിലുള്ള സംസാരം, വാക്കുകളിലൂടെ മാത്രം. പിന്നെ 1-ാം സ്ഥാനം ആർക്കാ? കർത്താവിനാ. 1-ാം സ്ഥാനം ആർക്കാ? ആ 1-ാം സ്ഥാനം ആർക്കാണെന്ന് പറയുമ്പം കർത്താവിനാണെന്ന് പറയുന്നവർ എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെയാന്ന് ചോദിക്കുമ്പോൾ കർത്താവിനെയാണെന്ന് പറയുന്ന എത്ര പേര് ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. എല്ലാ ദൈവമക്കളുടെയും ഉത്തരം ഇത് തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് 2 ചോദ്യം ചോദിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോകാം. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളിന്റെ സാന്നിധ്യം നാം ഏറ്റവും കൂടുതൽ കൊതിക്കാറുണ്ട്. എത്ര പേർക്ക് കൊതിയുണ്ട്? ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നയാൾ എൻ്റെ അപ്പനാകയാൽ അവൻ്റെ അടുക്കൽ എനിക്ക് ഇരിക്കണമെന്നുള്ള ചിന്ത. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആള് എപ്പോഴും എന്നോട് സംസാരിക്കണമെന്ന ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ തോന്നാറുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, 1-ാം സ്ഥാനം അപ്പായ്ക്കുള്ളതാണെന്ന് പറയുമ്പോൾ എത്ര പേര് കൊതിക്കുന്നുണ്ട്, എൻ്റെ അപ്പൻ്റെ ശബ്ദം എനിക്കൊന്ന് കേൾക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ? അഭിഷിക്തന്മാർ സംസാരിക്കുന്ന ആത്മീയ വചനങ്ങളല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. പ്രവാചകന്മാർ തലയിൽ കൈവച്ച് പറയുന്ന ദൂതുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. വചനം വായിക്കുമ്പോൾ കിട്ടുന്ന വെളിപ്പാടുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. എൻ്റെ പ്രാണപ്രിയന്റെ ശബ്ദം എൻ്റെ കർണപുടങ്ങളിൽ പതിക്കണം, എനിക്ക് ആ ശബ്ദം ഒന്ന് കേൾക്കണം എന്ന് ഹൃദയം കൊണ്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എത്ര സഹോദരിമാർ ഇതിനകത്തിരിപ്പുണ്ട്. പ്രിയമുള്ളവരെ, അഡ്ജസ്റ്റ്മെന്റ് ആത്മീയ ജീവിതം നിത്യതയിൽ കൊണ്ട് എത്തിക്കത്തില്ല കേട്ടോ. അഭിനയ ഭക്തി സ്വർഗരാജ്യത്തിന്റെ കവാടത്തിലേക്ക് കയറ്റത്തില്ല കേട്ടോ. ദൈവസന്നിധിയിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയത്തുള്ള അടുപ്പിക്കത്തില്ല കേട്ടോ. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ചലിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ആ സാന്നിധ്യത്തിനകത്തേക്ക് കയറാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി മാത്രം ഇന്ന് പകൽ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെയാ. പ്രതികൂലത്തിന്റെ നടുവിൽ മാറിൽ ചാരിക്കിടക്കുന്നവന് വെളിപ്പാട് കൊടുക്കുന്ന ഒരു ദൈവത്തെയാ സേവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മാറിൽ ചാരിക്കിടക്കാൻ കൊതിയുള്ള ദൈവമക്കളുണ്ടോ ഇതിനകത്ത്?
എപ്പോഴും അപ്പ അപ്പ എന്ന് വിളിച്ച് പുറകെ നടക്കുന്ന ദൈവമക്കളുണ്ടോ ഇതിനകത്ത്? ഒരുപാട് പ്രതിസന്ധികളും പ്രതികൂലത്തിന്റെ കാറ്റുകളും ജീവിതപ്പടകിൽ ആഞ്ഞടിച്ച് നട്ടലിന്റെ L3, L4, L5 എന്ന് പറഞ്ഞ അസ്ഥികൾ ഛത്തീസ്ഗഡിൽ വെച്ചും അല്ലാതെയും ഉണ്ടായ ചില ആക്സിഡന്റുകളിൽ തകർന്നു പോയ ആളാ ഞാൻ. വൺ സൈഡ് ഫുള്ള് പാരലിസ് ആയതുപോലെ വലത് കാല് വലിച്ചു വെച്ച് നടന്ന അനുഭവത്തിന്റെ നടുവിൽ എന്റെ കിടക്കകത്ത് ഇറങ്ങി വന്ന് ഒരു മെഡിക്കേഷനും ഇല്ലാതെ എന്നെ സൗഖ്യമാക്കിയ ഒരു ദൈവം. ഞാൻ പോകാത്ത ട്രീറ്റ്മെന്റ് ഇല്ല, ചെയ്യാത്ത തിരുമലുകളില്ല, ചെയ്യാത്ത ട്രീറ്റ്മെന്റുകളില്ല, അതിലൊന്നും സൗഖ്യം തരാതെ ഇരുന്നപ്പോൾ ആ കാല് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് അങ്ങ് മാത്രമേ ഉള്ളൂ, എനിക്ക് അങ്ങ് മാത്രം മതി, അങ്ങ് ഇറങ്ങി വന്നാലേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് അലറിക്കരഞ്ഞപ്പോൾ അടുത്ത് വന്ന് എന്റെ അസ്ഥികളെ ബലപ്പെടുത്തിയ, എന്റെ അസ്ഥികൾക്ക് ജീവൻ തന്ന, പൂർവ്വസ്ഥിതിയിലേക്ക് എന്റെ അസ്ഥികളെ കൊണ്ടുവന്ന ആ ദൈവത്തെയാ ഞാൻ ഇന്ന് പകൽക്കാലം ഉയർത്തുന്നത്. നിന്റെ ഏത് പ്രശ്നത്തിന്റെ നടുവിലും, എത്ര വലിയ മാരക രോഗത്തിന്റെ നടുവിലും, എത്ര മെഡിക്കൽ സയൻസ് നോ പറയുന്ന സാഹചര്യത്തിന്റെ നടുവിലും, എന്റെ പൊന്ന് കർത്താവിന്റെ ദാസിമാരെ, നീ മാറിലൊന്ന് ചാരിക്കിടക്ക്, നീ ഒന്ന് മാറിൽ ചാരിക്കിടക്കാൻ തീരുമാനിക്ക്. അപ്പനുമായ ഒരു ആഴത്തിലൊരു ഇന്റിമസിയിലേക്ക് അടുത്തുവാ. എല്ലാ പ്രതികൂലത്തെയും ഓവർകം ചെയ്യാനുള്ള വിശേഷ കൃപ തന്ന് നിന്നെ അക്കരെ കടത്തുവാൻ കരുത്തനായ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇതിന്റെ നടുവിൽ വ്യാപരിക്കുന്നുണ്ട്. കാര്യങ്ങളെ വീശി ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരു ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു മഗ്ദലനക്കാരത്തി മറിയയ്ക്ക് പ്രത്യക്ഷനായത്. അവൾ ഓടിച്ചെന്ന് പത്രോസിനോടും യേശു സ്നേഹിച്ച മറ്റേ ശിഷ്യനോടും പറഞ്ഞു, കല്ലറ കാലിയ, തുണി ചുരുട്ടി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടെ എഴുതിയിരിക്കുന്ന പദം ഇങ്ങനെയാ, പത്രോസ് ഓടി കല്ലറയ്ക്ക് നേരെ. അവന്റെ പുറകെ വന്ന മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാളും മുന്നേ ഓടി കല്ലറയ്ക്കകത്ത് കിടന്നു. പ്രായം കൊണ്ട് ഒത്തിരി വ്യത്യാസമുണ്ട് പത്രോസും യോഹന്നാനും. ശാരീരിക ആ സ്ട്രെങ്ത് കൊണ്ടും വ്യത്യാസമുണ്ട്. വളരെ ചെറുപ്പം മുതൽ പടകും വലയും മീൻപിടുത്തവുമായി കരുത്തനായ ഒരു മനുഷ്യനാ പത്രോസ്. യോഹന്നാനോ ടീനേജ്, 17 വയസ്സ്, 17 3 20 വയസ്സ്. അവിടെ എഴുതിയിരിക്കുന്നു, പത്രോസിനേക്കാൾ വേഗത്തിലോടാൻ യോഹന്നാന് കഴിഞ്ഞു. എങ്ങനാ കഴിഞ്ഞേ? മാറിൽ ചാരിക്കിടക്കാമോ? നിന്നെക്കാളും കരുത്തുള്ളവരെ ഓവർടേക്ക് ചെയ്യാൻ, നിന്നെക്കാളും കൃപയെന്ന് ഉള്ളവരെന്ന് വിശേഷിപ്പിക്കുന്നവരെ ഓവർടേക്ക് ചെയ്യാൻ, നിന്നെക്കാളും ശക്തരെന്ന് വിശേഷിപ്പിക്കുന്നവരുടെ മുമ്പേ ഓടാൻ, നിന്നെ പരാജയപ്പെടുത്താൻ നിനക്ക് മുമ്പേ ഓടുന്നവരെ ഓവർടേക്ക് ചെയ്യാൻ ഈ കൃപയുടെ സാന്നിധ്യം നിന്റെ അകത്തളത്തിൽ വ്യാപരിക്കണമെങ്കിൽ ഇന്ന് പകലിന്റെ ശബ്ദം കേൾക്കുന്ന ദൈവപൈതലേ, അവനെ അപ്പ എന്ന് വിളിച്ച മാറോട് ചാരിക്കിടക്കാൻ കഴിയുമെങ്കിൽ, അവനെ അപ്പ എന്ന് വിളിച്ച മാറോട് ചാരിക്കിടക്കാൻ കഴിയുമെങ്കിൽ, അസാധാരണ കരുത്ത് നിന്റെ മേൽ പകർന്ന് എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നുവെന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ, മാൻപേയുടെ കാലിൽ നിന്റെ കാലുകളെ തുല്യമാക്കി ഗിരികളിൽ നിന്നെ നിർത്തുന്ന ഒരു അത്ഭുതവാനായ ഒരു ദൈവത്തെയാണ് ഇന്ന് പകൽക്കാലം ഞാൻ ഉയർത്തുന്നത്. തന്റെ ഇടമുണ്ടെങ്കിൽ കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ആ സാന്നിധ്യത്തിനകത്തേക്ക് ഒന്ന് അടുത്തു വരുവാൻ ഇന്ന് പകൽ എത്ര പേർക്ക് കഴിയും ദൈവമക്കളെ? ആത്മസാന്നിധ്യം മൺകൂടാരത്തിൽ വ്യാപരിക്കട്ടെ. ബലഹീനരെന്ന് കരുതി പുറന്തള്ളിക്കളഞ്ഞവരുടെ നടുവിൽ, മാറ്റി നിർത്തിയവരുടെ നടുവിൽ, അവഗണിച്ചവരുടെ നടുവിൽ, നിന്ദിച്ചവരുടെ നടുവിൽ, മാൻപേടെ കാലിന് തുല്യമായി ഗിരികളെ നിർത്തുമാറാക്കുന്ന അഭിഷേകത്തിന്റെ നിറവില് മുന്നോട്ട് കുതിപ്പാൻ പല കരുത്തന്മാരെ പിന്നിലാക്കിക്കൊണ്ട് വേഗത്തിൽ മുന്നോട്ട് കുതിക്കാനുള്ള കൃപ. ദൂരാമന ജഗാദന ഹംദന രഗൽക്കനഗരഗദനഗടഗസ്യ അടഗജാല ദുബിനഗേദഗസ്തുന രഗൽക്കനഗരഗദനഗടഗ ശംദന റബാനഗടഗട വൈഡപ്രഭനഗടഗസ്യ. ദൈവമക്കളെ, കരുത്തരെന്ന് പറഞ്ഞവരും പ്രശസ്തരെന്ന് പറഞ്ഞവരും ഉന്നതരെന്ന് പറഞ്ഞ മുഴുവൻ പേരും അവഗണിച്ചു കളഞ്ഞ വ്യക്തിയാ ഞാൻ. പക്ഷെ അതിന്റെ നടുവിൽ എന്റെ അപ്പന്റെ സ്നേഹമാ ഈ വേദിയിൽ എന്നെ കൊണ്ടുവന്ന് നിർത്തിയതെന്ന് ഈ വേദിയിൽ നിന്ന് പ്രാഗൽഭ്യത്തോടെ ഞാൻ പറയുമ്പോൾ
ഹൃദയത്തിനകത്ത് നന്ദിയുണ്ടെങ്കിൽ എൻ്റെ അപ്പനെ ഒന്ന് മഹത്വപ്പെടുത്തണം കേട്ടോ. കഴിഞ്ഞു വന്ന വഴികളൊന്ന് ഓർത്തു നോക്കണം, കടന്നു വന്ന പാതകളൊന്ന് ഓർത്തു നോക്കണം. പ്രശസ്തരും പ്രഗത്ഭരും പ്രശസ്തരും അനേകരും മാറ്റി നിർത്തി കഴിവില്ലാത്തവളെന്ന് മുന്നോട്ട് ജീവിക്കാൻ വകുപ്പില്ലാത്തവളെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയപ്പോ ആ ക്രൂശിലെ സ്നേഹം എന്നെ ഇവിടം വരെ കൊണ്ടുവന്നെങ്കിൽ, മാറോട് ചാരിക്കിടക്കാൻ ആഗ്രഹിക്കുന്ന സഹോദരി, ആ നെഞ്ചിലെ ചൂടറിയാൻ ആഗ്രഹിക്കുന്ന സഹോദരി, അപ്പനുമായ ആഴത്തിലൊരു ഇന്റിമസിയിലേക്ക് അടുത്തു വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ നിന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ, പുറകിലല്ല നിന്നെ മുന്നിൽ കയറ്റാൻ കരുത്തുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഇതിന്റെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. സഹായിക്കാനും സ്നേഹിക്കാനും കരുതാനും കരുത്തുള്ള പലരും അവഗണിച്ച് തള്ളിക്കളഞ്ഞു. എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ 2 പെൺമക്കളെ ചേർത്ത് പിടിച്ച് ഒരുപാട് രാത്രിയെ പകലാക്കി ഞാൻ കരഞ്ഞിട്ടുണ്ട്. എൻ്റെ മക്കൾക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുക്കാൻ നിവൃത്തിയില്ലാതെ, അവരുടെ വിദ്യാഭ്യാസത്തിന് എന്ത് ചെയ്യുമെന്നറിയാതെ, ഒത്തിരി ഭാരമേറിയ അവസ്ഥയിലൂടെ ശാരീരിക ബലഹീനതയും ഏറ്റുവാങ്ങി ഒരുപാട് കഠിന ശോധനയിൽ കൂടെ കടന്നു പോയപ്പോഴും ഇന്നെനിക്ക് പ്രാഗൽഭ്യമുണ്ട് പറയാൻ, ആ മാറിലെ ചൂടാണ് എന്നെ ഇവിടം വരെ കൊണ്ടുവന്നത്. ആ മാറിലെ ചൂടാണ് എൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തിയത്. ആ മാറിലെ ചൂടാണ് എന്നെ ഈ സാഹചര്യം വരെ കൊണ്ടെത്തിച്ചതെന്ന് പറയുമ്പോൾ ആ ദൈവത്തിന്റെ കരം ഇന്നും കുറുകിപ്പോയിട്ടില്ല, ആ ദൈവത്തിന്റെ ചെവി ഇന്നും മന്ദമായിട്ടില്ല. മാറിൽ ചാരിക്കിടക്കുന്നവനെ, ഹൃദയത്തിന്റെ സ്പന്ദനം അറിയുന്നവനെ ഉയർത്തുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമാ ഇന്ന് പകൽക്കാലം ഇതിന്റെ നടുവിൽ വ്യാപരിക്കുന്നെന്ന് പറയുമ്പോൾ, നിന്റെ കഴിഞ്ഞ കാല അനുഭവങ്ങളെ ഓർക്കാതെ, നിന്റെ സാഹചര്യങ്ങളെ ഓർക്കാതെ, ഇപ്പോഴത്തെ സ്റ്റാറ്റസ് നോക്കാതെ, എന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് കർത്താവിനോടൊന്ന് പറയാൻ പറ്റുമോ, അപ്പാ ഇതുവരെ ആഴത്തിൽ സ്നേഹിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല ഡാഡി, ആഴത്തിൽ എനിക്ക് അങ്ങയോടൊരു സ്നേഹമുണ്ടെന്ന് പറയാൻ പറ്റിയിട്ടില്ല. എന്നാൽ ഇന്ന് പകൽ എന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഞാൻ പറയുക, എനിക്ക് അങ്ങയെ കൂടാതെ പറ്റില്ല എന്ന് പറയുന്ന ഒരു ആത്മബന്ധത്തിനകത്തേക്ക് കടന്നു വരാൻ, നിന്നെ പരാജയപ്പെടുത്തുകയും പിന്തള്ളുകയും ചെയ്യാൻ തുനിഞ്ഞു നിൽക്കുന്ന പൈശാചിക മണ്ഡലത്തിന്റെ മുമ്പിലും സമൂഹത്തിന്റെ മുമ്പിലും നിന്നെ മുന്നിൽ കൊണ്ടെത്തിക്കുന്ന ഒരു ദൈവ സ്നേഹമുണ്ട്. പത്രോസിന് പറ്റിയില്ല കേട്ടോ, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ കയ്യിലുള്ളവന് പറ്റിയില്ല ആദ്യം ഓടി അപ്പന്റെ അടുക്ക ചെല്ലാൻ. എന്നാൽ മാറിൽ ചാരിക്കിടുന്നവൻ ഒന്നാമതെത്തി. പ്രിയരെ, പ്രസംഗിക്കാൻ എളുപ്പമാ, ഉപദേശിക്കാൻ എളുപ്പമാ, എഴുതാൻ എളുപ്പമാ, വായിക്കാൻ എളുപ്പമാ, കേൾക്കാൻ എളുപ്പമാ. പക്ഷെ വ്യക്തിപരമായ ജീവിതത്തിൽ അപ്പനുമായ ആഴത്തിലുള്ള ബന്ധത്തിനകത്തേക്ക് കടന്നു വരാൻ ഇന്ന് പകൽക്കാലം കൊതിക്കാൻ യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ജയമെടുക്കുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കാം. നമുക്കെല്ലാവർക്കും ഏറ്റവും നന്നായി അറിയാവുന്ന ഭാഗം, അന്ത്യത്താഴ സമയത്ത് കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. 11 പേരും മിണ്ടിയില്ല. 11 പേരും ചോദിച്ചില്ല ഇത് ആരാ കർത്താവേന്ന്, ബിക്കോസ് ഓഫ് ദ സീക്രട്ട് ടോക്ക്. പക്ഷേ 21-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, യേശുവിൻ്റെ മാറിൽ ചാരിക്കിടന്നുകൊണ്ട് യോഹന്നാൻ ചോദിച്ചു അതാരാണെന്ന്. മാറിൽ ചാരിക്കിടക്കുന്നവനോട് സീക്രട്ട് പറയുന്ന ഒരു കർത്താവ് എൻ്റെ കർത്താവ്. മാറിൽ ചാരിക്കിടന്നവൻ എന്തും ചോദിക്കാം കേട്ടോ. അത്രയ്ക്ക് ആത്മബന്ധമുള്ള വ്യക്തിക്ക് എന്തും കർത്താവിനോട് ചോദിക്കാം കേട്ടോ. ഞാൻ എൻ്റെ അപ്പയോട് ഒത്തിരി കാര്യങ്ങൾ ചോദിക്കുന്നയാളാണ്. അപ്പയോട് ഒത്തിരി കാര്യങ്ങൾ ചോദിക്കും. ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, ആരാധനാലയത്തിൽ വന്നു, എല്ലാവരും ഒരു പാട്ടുപാടി, എല്ലാവരും കൈയടിച്ചു, എല്ലാവരും ആരാധിച്ചു, എല്ലാവരും അന്യഭാഷ പറഞ്ഞു, ഞാനും അന്യഭാഷ പറഞ്ഞു. അവിടം കൊണ്ട് തീരുന്നല്ലേ അപ്പനുമായിട്ടുള്ള ബന്ധം? അതിനപ്പുറത്തേക്ക് വ്യക്തിപരമായ ജീവിതത്തിൽ ഓരോ മൂമെന്റിലും പ്രാണപ്രിയനോടുള്ള സ്നേഹത്തിന്റെ ആഴത്തിൽ വർദ്ധിച്ചു വരുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട് ഇതിനകത്ത്? ഏത് സമയത്തും എനിക്ക് അപ്പാടെ സാന്നിധ്യം കൂടെ ഇല്ലാതെ പറ്റത്തില്ല എന്ന് പറയാൻ
കരുത്തുള്ള ദൈവമക്കൾ എത്ര പേരുണ്ട് ഇതിനകത്ത്? നമുക്ക് നന്നായിട്ട് അറിയാം, മോശയുടെ അനുഭവം അറിയാം നന്നായിട്ട്. ആദ്യത്തെ എൻകൗണ്ടർ മുതൽ 33-ാം അധ്യായം വരുന്നതിനിടയിൽ എത്രയോ തവണ, എത്രയോ ദിവസങ്ങൾ ആ ദൈവ സാന്നിധ്യത്തിനകത്തിരുന്ന മോശ വീണ്ടും പറയാ, എനിക്കിത് പോരാ, എനിക്കിത് പോരപ്പാ, നിന്റെ തേജസ്സും കൂടെ എനിക്ക് കാണണമെന്ന്. എപ്പോഴോ പ്രാപിച്ചൊരു അന്യഭാഷയും, എപ്പോഴോ പ്രാപിച്ചൊരു ആത്മാവിന്റെ നിറവും, എപ്പോഴോ പ്രാപിച്ച ശരീരത്തിലെ ആത്മശക്തിയും അല്ലാതെ ആത്മാവിന്റെ പുതുക്കത്തോടുകൂടി നിത്യതയിലേക്ക് ഓടിയെടുക്കുന്ന ആ അപ്പനെ കാണാൻ കൊതിയുള്ള മുഖങ്ങൾ എത്രയുണ്ട് ഇതിന്റെ നടുവില്. എനിക്ക് ഈ ലോകത്തൊന്നും നേടാൻ പറ്റിയില്ലെങ്കിലും, ഈ ലോകത്തൊന്നും പ്രാപിക്കാൻ പറ്റിയില്ലെങ്കിലും എന്റെ പ്രാണപ്രിയന്റെ മാറോട് ചാരിക്കിടന്നുകൊണ്ട് നിത്യതയുടെ കവാടത്തിലേക്ക് എനിക്ക് ഓടി ചെന്നാൽ മതിയെന്ന് കൊതിയോടെ പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ആഗ്രഹിക്കുന്ന, ദൈവ സാന്നിധ്യത്തിനായി കൊതിക്കുന്ന എത്ര സഹോദരിമാർ, എത്ര പ്രിയപ്പെട്ടവർ ഇതിന് നടുവിലിരിപ്പുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇന്ന് പകൽ ആ തീരുമാനത്തിനൊരു മാറ്റം വരട്ടെ പ്രിയമുള്ളവരെ. ഒരു അഡ്ജസ്റ്റ്മെന്റ് ആത്മീയ ജീവിതത്തിന്റെ ചട്ടക്കൂടിന്റെ പകൽക്കാലം പൊളിച്ചുകൊണ്ട് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് എനിക്ക് എന്റെ പ്രാണപ്രിയനുമായ അഭേദ്യമായ ബന്ധം, എപ്പോഴും സംസാരിക്കാൻ പറ്റുന്ന, എപ്പോഴും മുഖം കാണാൻ പറ്റുന്ന, എപ്പോഴും സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്ന ആത്മബന്ധത്തിനകത്തേക്ക് അടുത്തു വരാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാൻ കരുത്തുള്ള എത്ര പേര് ഇതിനകത്തിരിപ്പുണ്ട്. ഇന്ന് പകൽ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറ, അപ്പാ എനിക്ക് അങ്ങയുടെ സാന്നിധ്യം മതി. ഞാൻ എപ്പോഴും എന്റെ പ്രാണപ്രിയനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഡാഡി പ്രശ്നങ്ങൾ വന്നോട്ടെ, പ്രതിസന്ധികൾ വന്നോട്ടെ, വേദനകൾ വന്നോട്ടെ, ഭാരങ്ങൾ വന്നോട്ടെ, എന്തൊക്കെ വന്നാലും അങ്ങ് എന്നെ വിട്ടിട്ട് പോകരുത്. തോന്നുന്നുണ്ടോ അപ്പനെ ഇതുവരെ ആഴത്തിൽ സ്നേഹിക്കാൻ പറ്റിയില്ലെന്ന്? എനിക്ക് തന്ന സമയം 3 മിനിറ്റും കൊണ്ട് കഴിയും. ഹൃദയം കൊണ്ട് എത്ര പേർക്ക് പറയാൻ പറ്റും, ഞാൻ മറ്റൊന്നുമല്ല, എന്നെ സ്നേഹിക്കുന്നത് പോലെ, സെൽഫായിട്ട് നമ്മൾ സ്നേഹിക്കുന്നത് പോലെ യേശുപ്പായെ സ്നേഹിക്കാൻ പറ്റിയെന്ന് പറയുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? നമ്മുടെ ശരീരത്തിനും നമ്മുടെ ആഹാരത്തിനും നമ്മുടെ ആരോഗ്യത്തിനും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് പോലെ പ്രാണപ്രിയന്റെ സാന്നിധ്യത്തിനും പ്രാണപ്രിയനോടുള്ള സ്നേഹത്തിനും പ്രാധാന്യം കൊടുത്ത എത്ര പേരുണ്ട്? എത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ട് അധരം തുറന്ന്, ഹൃദയം തുറന്ന് എനിക്ക് അങ്ങ് മാത്രം മതി എന്ന് പറയാൻ? ജീവിതത്തിന്റെ ഏടുകളിൽ സകല മനുഷ്യരും വിട്ടിട്ട് പോയ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഒറ്റക്കോള് മതി, ഞങ്ങൾ ഓടി വരാമെന്ന് പറഞ്ഞവരെ പോലും എൻ്റെ വേദനയിൽ ഞാൻ കണ്ടില്ല, എൻ്റെ വേദനയിൽ ഞാൻ കണ്ടില്ല. സഹായിക്കാൻ കരുത്തുള്ള 1000 പേർ എൻ്റെ ചുറ്റുപാടും ഉണ്ടായിരുന്നിട്ടും, സഹായിക്കാൻ കഴിയുന്ന പ്രിയപ്പെട്ടവർ എൻ്റെ ചുറ്റുമുണ്ടായിരുന്നിട്ടും, എന്നെ തിരിഞ്ഞു നോക്കാൻ പോലും ആരുമില്ലാത്ത അവസ്ഥയുടെ നടുവിൽ ഒരുപാട് ദൈവസന്നിധിയിൽ കരഞ്ഞയാളാ ഞാൻ. അതുകൊണ്ട് തന്നെ ഇന്നും ആ പ്രാണപ്രിയന്റെ കാല് കെട്ടിപ്പിടിച്ച് കിടക്കുന്നയാളാ. ഇന്ന് പകൽ എൻ്റെ സഹോദരിമാരെ, ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ സമയമുള്ളത് നമുക്കാ. ഏറ്റവും കൂടുതൽ അപ്പനുമായിട്ട് ബന്ധം പുലർത്താൻ സമയമുള്ളത് നമുക്കാ. ഏറ്റവും കൂടുതൽ ആ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് വർദ്ധിച്ചു വരാൻ സമയമുള്ളത് നമുക്കാ. ഇന്ന് പകൽ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് എത്ര പേർക്ക് പറയാൻ സാധിക്കും, അപ്പാ എനിക്ക് അങ്ങ് മാത്രം മതി, എനിക്ക് അങ്ങ് മാത്രം മതി കർത്താവേ. എൻ്റെ ഭർത്താവിനേക്കാൾ ഉപരി, എൻ്റെ മക്കളെക്കാൾ ഉപരി, എൻ്റെ ഭാര്യയെക്കാൾ ഉപരി, എനിക്ക് തന്ന സകലത്തെക്കാൾ ഉപരി എനിക്ക് എൻ്റെ പ്രാണപ്രിയന്റെ സ്നേഹം മാത്രം മതി. അതിനകത്തേക്ക് ഞാൻ അടുത്തു വരികയാണെന്ന് പറയാൻ എത്ര പ്രിയപ്പെട്ടവർ ഇന്ന് പകൽക്കാലം തങ്ങളുടെ കരങ്ങളോട് ഉയർത്തി ദൈവത്തോട് സംസാരിക്കും. പ്രിയമുള്ളവരെ, ആ ഹൃദയം കൊണ്ടൊന്ന് കർത്താവിനോട് ചില മിനിറ്റുകൾ സംസാരിച്ച് ഇതൊന്ന് പറഞ്ഞേ, കർത്താവേ ആഴത്തിൽ അങ്ങയെ സ്നേഹിക്കാൻ എനിക്ക് ഇതുവരെ പറ്റിയില്ല. എനിക്കറിയാം ബുദ്ധിമുട്ടാണെന്നറിയാം, ബുദ്ധിമുട്ടാണെന്നറിയാം. നമ്മളെല്ലാവരും 100% ഇപ്പം കർത്താവ് വന്നാൽ സ്വർഗത്തിൽ പോകുമെന്നുള്ള മനോഭാവത്തോടു കൂടിയിരിക്കുന്നവരാ. പ്രിയരെ, അപ്പനുമായ ആഴത്തിലൊരു ബന്ധമില്ലെങ്കിൽ ഞാൻ ആത്മാവിൽ പറയാം, ഇവിടെ നിന്ന് നമുക്ക് പോകാൻ സാധിക്കത്തില്ല. അപ്പന്റെ ഹൃദയത്തിന്റെ സ്പന്ദനം നാം യഥാർത്ഥമായിട്ട് അറിഞ്ഞില്ലെങ്കിൽ നമുക്കിവിടെ നിന്ന് പോകാൻ കഴിയത്തില്ല. നിങ്ങളെ അനുഗ്രഹിക്കുമെന്നും നിങ്ങളുടെ പേർ വലുതാക്കുമെന്നും ദേശത്ത് നിങ്ങളെ മാനിക്കുമെന്നും അങ്ങനെയുള്ള അനുഗ്രഹത്തിന്റെ വാക്കുകൾ ഒരുപാട് പറയാൻ എനിക്കറിയാൻ മേലാഞ്ഞിട്ടല്ല. പക്ഷെ ഈ കൂടി വന്നിരിക്കുന്ന കൂട്ടത്തോട് പറയാൻ എൻ്റെ പ്രാണപ്രിയൻ പറഞ്ഞു വിട്ടത് എന്താണെന്നറിയാമോ?
എന്റെ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് അവരെ ഒന്ന് മടക്കി വരുത്താൻ, എന്റെ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് അവരെ ഒന്ന് മടക്കി വരുത്താൻ. കണ്ണുകളെ ചേർത്തടച്ച് ക്രൂശിനെ ഒന്ന് ധ്യാനിച്ചുകൊണ്ട് അപ്പയോട് പറയാം, അപ്പ അങ്ങ് സഹിച്ച പങ്കപ്പാടുകൾ ഒത്തിരിയാണെന്ന് എനിക്കറിയാം. വേണ്ട വിധത്തിൽ എനിക്ക് അങ്ങേ സ്നേഹിക്കാൻ പറ്റിയിട്ടില്ല ഡാഡി. ഒരു അഡ്ജസ്റ്റ്മെന്റ് ആരാധനയും അഡ്ജസ്റ്റ്മെന്റ് പാട്ടും അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാ എന്റെ സേഫ് സോൺ വിട്ട് ഞാൻ ഒരിക്കലും അങ്ങേക്ക് വേണ്ടി വില കൊടുത്തിട്ടില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ആ ക്രൂശിനെ നോക്കി ഒന്ന് പറയാമോ, അപ്പ എനിക്ക് അങ്ങ് മാത്രം മതി, എനിക്ക് അങ്ങ് മാത്രം മതി, എനിക്ക് അങ്ങയുടെ സ്നേഹം മാത്രം മതി. ഈ ഊഷണ മരുഭൂമിയിൽ എത്ര കാലം എനിക്ക് ആയുസ്സുണ്ടെന്ന് എനിക്കറിയത്തില്ല, എത്ര കാലം ഞാൻ ജീവിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഈ ശിഷ്ടകാലം മുഴുവൻ ആ ക്രൂശിലെ സ്നേഹത്തെ മാത്രം നോക്കിക്കൊണ്ട്, ആ ക്രൂശിനെ മാത്രം നോക്കിക്കൊണ്ട് ജീവിപ്പാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് എത്ര പേർക്ക് പറയാൻ സാധിക്കും? ദൈവമക്കളെ, പത്മോസിന്റെ അനുഭവം വളരെ വേദനാജനകമാ. പത്മോസിന്റെ അനുഭവം വളരെ ഏകാന്ത നിറഞ്ഞതാ. പത്മോസിന്റെ അനുഭവം ഭയാനകമാ. ആ ഭയാനകമായ അനുഭവത്തിന്റെ നടുവിൽ സ്വർഗീയ ദർശനങ്ങളുടെ കലവറ ആ യോഹന്നാന് വേണ്ടി തുറന്നു കൊടുത്ത് ദൈവം അവനെ ആദരിക്കാൻ കാരണം ആയിരക്കണക്കിന് പുരുഷാരം അവനെ അനുഗമിക്കാഞ്ഞിട്ടല്ല, 12 പേർ വിശ്വസ്തയോടെ അവന്റെ കൂടെ നിൽക്കാഞ്ഞിട്ടല്ല, 3 പേർ ഇന്നർ സർക്കിൾ ഉണ്ടായിരുന്ന 2 പേരും അവന്റെ കൂടെ നിൽക്കാഞ്ഞിട്ടല്ല, മാറിൽ ചാരിക്കിടക്കുന്നവന് മാത്രമേ, അവനുമായി അഭേദ്യമായ ബന്ധമുള്ളവന് മാത്രമേ, അവനുമായി വിട്ടുപിരിയാത്ത ആഴത്തിലുള്ള ആത്മബന്ധമുള്ളവന് മാത്രമേ സ്വർഗീയ കലവറകൾ തുറന്നു കൊടുക്കുകയുള്ളൂ. ഒരു കാര്യം ആത്മാവിൽ ഞാൻ പറയാ, നിന്നെ പരാജയപ്പെടുത്തിയവരുടെ മുമ്പിൽ, കരുത്തുള്ള പലരും നിന്നെ മാറ്റി നിർത്തിയ സാഹചര്യത്തിന്റെ നടുവിൽ നിന്നെ മുന്നേ ഓടിക്കുവാൻ കരുത്തുള്ളവർ നിന്നെ ഓവർടേക്ക് ചെയ്ത് പോകാൻ ശ്രമിക്കുമ്പോൾ അവരുടെ മുന്നിൽ ബലഹീനയായ നിന്നെ കയറ്റിവിടാൻ, ബലമില്ലാത്ത നിന്നെ കയറ്റിവിടാൻ, അവഗണിച്ചവരുടെ നടുവിൽ നിന്നെ മാനിക്കാൻ കരുത്തുള്ള ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഇതിന്റെ നടുവിൽ വ്യാപരിക്കുന്നുണ്ട്. മൂന്നാമതായി പറഞ്ഞ കാര്യം ഇതാണല്ലോ, എന്തും കർത്താവിനോട് ചോദിക്കാൻ മാറിൽ ചാരിക്കിടക്കുന്നവന് മാത്രമേ കഴിയത്തുള്ളൂ. കർത്താവിനോട് സീക്രട്ട് ചോദിക്കാൻ, കർത്താവിനോട് സീക്രട്ട് ചോദിക്കാൻ 103-ാം സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യം പറയുന്നു, അവൻ തന്റെ വഴികളെ മോശയെയും തന്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. വഴി ഏതാണ്, അടുത്ത് എന്താണ് കർത്താവിന്റെ പ്ലാൻ എന്ന് കർത്താവ് അറിയിച്ചത് ആ പുരുഷാരത്തെ മുഴുവനുമല്ല, യേശുവിന്റെ ഒപ്പം ഇരിക്കാൻ ആഗ്രഹിച്ച മോശേനെയാ. ഇന്ന് പകൽക്കാലം നീ അപ്പന്റെ ഒപ്പം ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ആർക്കും വെളിപ്പെടുത്താത്ത ചില സീക്രട്ടുകൾ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നിന്റെ അടുക്കൽ വന്ന് നിന്റെ ഹൃദയത്തിനകത്ത് വെളിപ്പെടുത്തി നിന്നെ മാനിക്കാൻ കരുത്തുള്ള ഒരു ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്തേക്ക് ഇന്ന് പകൽക്കാലം സമർപ്പിക്കുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നത്. 1-2 മിനിറ്റുകൾ മാത്രം ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് അപ്പായോടൊന്ന് പറയാമോ, എനിക്കിതുവരെ അങ്ങേ ആഴത്തിൽ സ്നേഹിക്കാൻ പറ്റിയില്ല, എനിക്കിതുവരെ അങ്ങേ ആഴത്തിൽ സ്നേഹിക്കാൻ പറ്റിയില്ല. എന്തൊക്കെയോ പ്രസംഗിച്ചും എന്തൊക്കെയോ പഠിപ്പിച്ചും എങ്ങനെയൊക്കെയോ ആരാധിച്ചും ഒരു താളത്തിന് ഞാൻ എൻ്റെ ലൈഫ്, എൻ്റെ ശുശ്രൂഷ, എൻ്റെ ജീവിതം ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പാ, അങ്ങയോടുള്ള സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് അടുത്തു വരാൻ ഇന്ന് പകൽ ഞാൻ എന്നെ തന്നെ ഒന്ന് സമർപ്പിക്കുന്നു എന്ന് പറയാൻ, ആ മാറിലൊന്ന് ചാരിക്കിടക്കാൻ, മറിയെ പോലെ ആ കാലിലൊന്ന് കെട്ടിപ്പിടിച്ച് കിടക്കാൻ. എന്റെ ഭാഷയിൽ പറഞ്ഞ ആ ലോകത്തൊന്നും ചെയ്തില്ലെങ്കിലും, ഈ ലോകത്ത് എന്നെ കൊണ്ടൊന്നും സാധിച്ചില്ലെങ്കിലും ആ കാലിലൊന്ന് കെട്ടിപ്പിടിക്കാനുള്ള മനസ്സുണ്ടല്ലോ, ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തിനകത്തൊന്ന് വ്യാപരിക്കട്ടെ. സമർപ്പണത്തിലേക്ക് നടത്തു വരാമോ ദൈവമക്കളെ? കർത്താവിന്റെ അടുക്കലേക്ക് നടത്തിയല്ലാമോ? അപ്പന്റെ സാന്നിധ്യത്തിനകത്തേക്ക് ഒന്ന് ഓടിയെടുക്കാമോ? ആ സാന്നിധ്യം നിങ്ങളെല്ലാവരെയും പൊതിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ആ പ്രാർത്ഥനയോടെ നിങ്ങൾ എല്ലാവരും ആയിരിക്കുമ്പോൾ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. മാറാനാഥ, ഗോഡ് ബ്ലെസ് യു ഓൾ.